പരിശോധിക്കുക. ഡ്രീം ലൈനർ വിമാനങ്ങളിലെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ലോക്കിംഗ് സംവിധാനത്തിൽ അപാകതയില്ല എന്ന് കേന്ദ്രം. ബോയിങ് ആസ്ഥാനമായ സിയാറ്റിലിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തിന് കാരണം ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ആയതാണ് എന്ന് സൂചനകളുണ്ടായിരുന്നു. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, അതായത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറല്ല എന്നാണോ പ്രൂവ് ചെയ്യപ്പെടുന്നത്? ദിവേഷ്, ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വായിക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് അഹമ്മദാബാദിലെ വിമാനാപകടവും ഇപ്പോൾ സിയാറ്റിൽ നടന്ന പരിശോധനയും തമ്മിൽ എന്ന് വെച്ചാൽ ഇത് ഫെബ്രുവരിയിൽ ഗ്രൗണ്ട് ചെയ്ത ഒരു ഡ്രീം ലൈനറുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഫ്യൂവൽ സ്വിച്ച് ലോക്കിംഗ് സംവിധാനമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നു, ഒരു അപാകതയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാമർശം ഇന്ന് ജബി മേത്തർക്ക് രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ വ്യോമയാന മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഫെബ്രുവരിയിൽ ഒരു ഡ്രീം ലൈനർ ഗ്രൗണ്ട് ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ഫ്യൂവൽ സ്വിച്ച് പരിശോധനയിൽ ഇത്തരത്തിലൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതായത് അന്നത്തെ അഹമ്മദാബാദ് അപകടവുമായി ബന്ധപ്പെടുത്തി നമ്മളിത് നോക്കുന്നു എന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്യൂവൽ സ്വിച്ച് അല്ല അപകട കാരണം എന്നുള്ളതാണ്. അന്ന് വന്ന സൂചനകൾ എന്ന് പറയുന്നത് ഫ്യൂവൽ സ്വിച്ച് റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറിയതാണ് അപകടത്തിന് കാരണം എന്നുള്ളതായിരുന്നു അന്ന് വന്ന സൂചനകളൊക്കെ, അന്ന് വന്ന പ്രാഥമികമായ റിപ്പോർട്ടുകളൊക്കെ. അത്തരത്തിൽ ഈ റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് ഈ ലോക്കിംഗ് സ്വിച്ച് അല്ലെങ്കിൽ ഫ്യൂവൽ സ്വിച്ച് മാറിയത് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ വിതരണം തടസ്സപ്പെടുകയും വിമാനം ഇടിച്ചിറങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നു. മാത്രമല്ല ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ടായത് ആണ് റാറ്റ് അത് പ്രത്യേകിച്ച് ഡിപ്ലോയ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടായത്. അതായത് റാപ്പിഡ് എയർ ടർബൈൻ എന്ന് ഡിപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ള സൂചനകളും വന്നത്. പക്ഷേ ഇപ്പോൾ സിയാറ്റിലിൽ ബോയിങ്ങിൽ നടത്തിയ പരിശോധനയിൽ ഈ ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ഫ്യൂവൽ സ്വിച്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ പോലെ പ്രവർത്തിക്കുന്നതാണ്, അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു വരുന്നു ഇപ്പോൾ സർക്കാരും ബോയിങ്ങും ഒക്കെ തന്നെ. അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ല എന്നും ആ മറുപടിയിൽ പറയുന്നുണ്ട്. അത് ഉടനടി തന്നെ വരും. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നു. ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമാകുന്നു.